എങ്ങനാ റൂഹ് പിടിക്കുന്നതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, അതാ നമ്മൾ കോഴി അറുക്കാറുണ്ട്, ആടിനെ അറുക്കാറുണ്ട്, പോത്തിനെ അറുക്കാറുണ്ട്. എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും മനുഷ്യനൊടിച്ചിട്ട് ബാക്കി എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും തലയും എടുത്ത് അടിച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോ കൈകാലുകളിട്ട് അടിക്കാറില്ല. ഈ മനുഷ്യൻ മരിക്കുകയാണെന്ന് കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നവന് പോലും അറിയാത്ത രീതിയിൽ മരിക്കുന്നവരുണ്ടല്ലോ. കൈകാലുകളെടുത്ത് അടിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായീൽ മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ, 500 മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വരുന്നത്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ 500 മലക്കുകളാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്ത് 280 മലക്കുകള്, ഇടതുഭാഗത്ത് 280 മലക്കുകള്. അസ്റായീൽ തലയുടെ ഭാഗത്ത് കൈകാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര അടിക്കണമെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യും കാലും പൊക്കി അടിക്കാൻ കഴിയില്ല. 500 മലക്കുകൾ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, ഉളുഹി അറുക്കുന്ന സമയത്ത് പോത്തിന്റെ കാലും കയ്യും കെട്ടിയിട്ടിട്ട്, റബ്ബേ, ആ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് കൈകാലുകളിട്ട് അടിക്കുമെങ്കിൽ, തലയിട്ടടിക്കുമെങ്കിൽ, മനുഷ്യ, 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദനയൊന്ന് സങ്കൽപ്പിക്കുവാപ്പാ. റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അസ്റായീൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചോദിച്ചിട്ട് സമ്പത്ത് അല്ലാഹു തന്നിട്ട് വീടിനകത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാത്തവര് ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ കിടന്ന് കരയുകയാണ്. നീ ചോദിക്കുന്നു, അസ്റായീലേ, എനിക്കൊരു സെക്കൻഡ് തരുമോ അസ്റായീൽ? എനിക്കൊരു നിമിഷം തരുമോ അസ്റായീൽ? അസ്റായീൽ തലയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും, എന്തിനാടാ കടന്ന് തെണ്ടുന്നത്? നിസ്കരിക്കാനാണോ? നോമ്പ് പിടിച്ച് നിസ്കരിക്കാനാണോ? ദിക്റുകൾ പറയാനാണോ? മാതാപിതാക്കളെ കാണാനാണോ? ഭാര്യയോട് പൊരുത്തം ചോദിക്കാനാണോ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത്? ആ സമയത്ത് പറയുന്നു, അസ്റായീൽ, എന്റെ വാപ്പ വെറും കൈയോടെ പോയി, എന്റെ ഉമ്മയും വെറും കൈയോടെ പോയി, ഞാൻ കണ്ട ജനാസകൾ മുഴുവനും വെറും കൈയോടെയാണ് പോയത്. പക്ഷേ ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ, ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ. കൊട്ടാരം പോലെയുള്ള വീട് വിട്ടിട്ട് 6 അടി മണ്ണിനകത്ത് എത്രയോ പേരുടെ മയ്യത്ത് വെച്ചിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട അസ്റായീൽ. എന്നിട്ട് ഞാൻ ചിന്തിച്ചില്ല ഞാനും ഒരു ദിവസം ഇതുപോലെ പോകേണ്ടവനാണെന്ന്. എത്രയോ പേര് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ മുന്നിൽ എത്രയോ പേര് ചോദിച്ചു അസ്റായീൽ. അന്നൊന്നും ഞാൻ കൊടുത്തില്ല അസ്റായീൽ. അതുകൊണ്ട് അസ്റായീലേ, ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, 1 മിനിറ്റ് എനിക്ക് തരുമോ? 1 രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അസ്റായീൽ. അസ്റായീൽ ചോദിക്കുകയാ, 30, 40, 50, 60 കൊല്ലവല്ല നിനക്ക് തന്നല്ല, നിനക്ക് തന്നില്ലായിരുന്നോ? അന്നൊന്നും നിനക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ. എടാ, നിനക്ക് അവസരമില്ലടാ, നിനക്ക് അവസരമില്ലടാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അനുഭവിക്കടാ, അനുഭവിക്കടാ, എടാ അനുഭവിക്കടാ എന്ന് അസ്റായീൽ നിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ 1 ഗ്രാമിന്റെ സ്വർണത്തിന്റെ പൈസയെങ്കിലും കൊടുത്താ അല്ലാഹ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നീ കിടന്ന് കരയുമ്പോ അസുറായിൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? നിനക്ക് സഹിക്കുന്നില്ലേ? നിനക്ക് സഹിക്കുന്നില്ലേ? നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവരെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് അസ്റായിൽ നിന്നോട് ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നിന്നെ കൊണ്ട് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നോക്കടാ. വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ പടച്ചവന്റെ സ്വർഗം. നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം ഈ സ്വർഗമാണ്. ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോര് മരണവേദന നിനക്കറിയില്ല, മരണവേദന നിനക്കറിയില്ല. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ ജീവിക്കുന്നത്? സ്വർഗത്തിൽ പോകാനല്ലേ? പെങ്ങളെ, മരിക്കുന്ന സമയത്ത് അസ്റായിൽ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുകയോ. മരണവേദന നീ അറിയുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുവട്ടൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് നാളെ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആൾക്കാർ പടച്ചവരെ ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടിവെച്ച് വരുന്നവൻ, ഇടഞ്ഞു വരുന്നവന്, നടന്നു വരുന്നവന്, കുഷ്ഠരോഗിയെ പോലെ വരുന്നവന്, കഴുതയുടെ രൂപത്തില് കടന്നു വരുന്നവര്, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാണ്. ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പറവകളെ പോലെ പറന്നുയരുകയാണ്. റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ പറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കൂടെ കിടന്നവരും കയ്യും കാലും കണ്ണും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും എതിരാകുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗം ആരെന്നറിയുവോ? അവര് പറക്കുകയോ, അവര് പറക്കുകയോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിലേക്ക് അവര് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഖാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് ചോദിക്കുകയാണ്, നിങ്ങളാരാ, നിങ്ങളാരാ? പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങളെ നിന്റെ മക്കളുണ്ടാകില്ല, നിന്റെ വാപ്പയുണ്ടാകില്ല, നിന്റെ ഭർത്താവ് ഉണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി.
ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകുന്ന വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഭാഗ്യവാരാട് പറവകളെ പോലെ പറക്കണ്ട വാപ്പാ. കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് നിനക്കെന്ത് കിട്ടാരോ? എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിനക്കറിയാമല്ലോ നിന്റെ മക്കളെ നീ വളർത്തിയത് എങ്ങനെയാണ്? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടതിന്റെ വേദന നിനക്കറിയുമല്ലോ, അതിന്റെ പ്രയാസം നിനക്കറിയുമല്ലോ. രണ്ട്, പരലോകത്ത് കൂടെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ. മൂന്ന്, പെങ്ങളെ വലക്കാ നളറതം വസുറൂറാ. മൂന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരോ. പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. കാണണ്ടേ പെങ്ങളെ, അല്ലാഹനെ കാണണ്ടേ മോളെ, അല്ലാഹനെ നിന്റെ കണ്ണുകൊണ്ട് കാണണ്ടേ പെങ്ങളെ. എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാ. ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. പെങ്ങളെ, ഒരു പെണ്ണിന്റെ വേദന നിനക്കറിയാ? ഒരു പെണ്ണിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, കൊടുക്കുമോള്. സ്വർഗം വേണ്ടേ പെങ്ങളെ? സ്വർഗം വേണ്ടേ പെങ്ങളെ? നിന്റെ ഉമ്മ എന്തുകൊണ്ടുപോയി പൊന്നുമോള്? നിന്റെ വാപ്പ എന്തുകൊണ്ടുപോയി പൊന്നുമോള്? ആര് പോയാലും ഒന്നും കൊണ്ടുപോകില്ല. പക്ഷേ നീ വെറും കൈയോടെ പോകല്ലേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉയർത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ പൊന്നു പെങ്ങള്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരെ സ്വർഗമാ വലുത്. പണമല്ല വലുത്, റബ്ബിന്റെ സ്വർഗമാ വലുത്. കോടികൾ കൊടുത്താ കിട്ടൂല വാപ്പാ. കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാ കിട്ടൂല പെങ്ങള്. എന്റെ പെങ്ങളെ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. എന്റെ പൊന്നുമോളെ, എന്റെ ഉമ്മ, ഇനി നീ സ്വർണ്ണമിട്ടിട്ട് നിനക്കെന്ത് കിട്ടാരാ? എപ്പോഴാണ് മരണം വരുന്നതെന്ന് കാത്തിരിക്കുന്ന നിനക്കെന്തിനാ സ്വർഗം? നിനക്ക് സ്വർഗം കാണണ്ടേ പെങ്ങളെ? 50 വർഷത്തെ പാപം പുറത്തു തരുന്ന ചെറിയ സൂറത്തോതിയിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയുകയാ പൊന്നുമോളെ. കൊടുത്തുകൂടെ പെങ്ങളെ? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നിന്നെ കാരണം ഒരു ജീവിതമുണ്ടാകട്ടെ. എന്റെ പ്രിയമുള്ളവരോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, മുലൂക്കായ അല്ലാഹ്, രക്ഷാധികാരിയായ അല്ലാഹ്, സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാരെ. അല്ലാഹുവേ, ഇരിക്കുന്ന ആയിരക്കണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. കൊടുക്കാനുള്ള മനസ്സ് ഇവരിൽ നീ നൽകണേ അല്ലാഹ്. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. 3 പ്രതിഫലം.
3 പ്രതിഫലം. 1 മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കും. 2 പരലോകത്ത് കൂടെ പറന്ന് സ്വർഗത്തിൽ പോകും. 3 അള്ളാഹുവിനെ രാവിലെയും വൈകിട്ടും കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി